ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ഇന്നു മുതൽ നീ എൻ്റെ ഇൻഫോമറാണ്, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ എനിക്ക് ചോർത്തി തരണമെന്ന് പൊന്നിയോട് പറയുകയാണ് സുസ്മിത. അല്ല, വാമൻ്റെയും വിഷ്ണുവേട്ടനും കൂടി രാവിലെ തന്നെ ഇങ്ങോട്ടേക്കാണ് പോയത്? എനിക്കറിയില്ലെന്ന് പൊന്നി പറയുമ്പോൾ ഇവിടെ ഒരുക്കിയിട്ടിരിക്കുന്ന മുറി ആർക്കാണെന്നും സുസ്മിത ചോദിക്കുന്നു. അതും എനിക്കറിയില്ല. പിന്നെ സുസ്മിതയെ കാറ്റൊക്കെ മാറി വീശി തുടങ്ങി. ഇപ്പോൾ ഈ വീട്ടിലെ വെറും ചൂലിൻ്റെ വില മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് പൊന്നി അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം സത്യഭാമയുടെയും വിഷ്ണുവിൻ്റെയും കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് സുസ്മിത താഴേക്ക് നോക്കുകയാണ്. വിഷ്ണുവിൻ്റെയും ഭാമയുടെയും ഒപ്പം രോഹിത് അകത്തേക്ക് വരുന്നത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് സുസ്മിത പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. തൻ്റെ അമ്മ തന്നെ വിട്ടു പോയതിൻ്റെ വിഷമത്തിൽ പൊട്ടിക്കരയുകയാണ് രോഹിത്. തുടർന്ന് രാഘവൻ നായരും ഭാമയും ചേർന്ന് പറയുകയാണ്, ഇനി മുതൽ നീ ഇവിടെയാണ് താമസിക്കേണ്ടത്. ഇത് നിന്റെ വീടാണ്. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് ഞാനും ഭാമയുമായിരിക്കും. കൂടാതെ പ്രീതിയും വിഷ്ണുവും നിന്റെ സഹോദരങ്ങളുമാണ്. നീയും ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൻ തന്നെയാണ് ഇന്നു മുതലെന്ന് രാഘവൻ നായർ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് നോക്കുകയാണ് രോഹിത്. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ സുസ്മിത നിൽക്കുന്നു. തുടർന്ന് ഞാൻ ആഹാരം എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞ് പൊന്നി അകത്തേക്ക് പോകുമ്പോൾ രോഹിത്തിനെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് വിഷ്ണു. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. ഇനി എനിക്ക് മുന്നും പിന്നെ നോക്കാനില്ല. ഒന്നെങ്കിൽ നീ ജയിലിൽ, അല്ലെങ്കിൽ നീ എൻ്റെ കൈകൊണ്ട് തീർന്നിരിക്കുമെന്ന് രോഹിത് സുസ്മിതയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുകയാണ്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയതിനു ശേഷം സുസ്മിതയെ നോക്കി രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്താ സുസ്മിതേ, നിന്റെ ഭർത്താവ് വന്നിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്തത്? അല്ലാങ്കളെ താലപ്പൊലിയൊന്നും കണ്ടില്ല, അതാ. നിനക്ക് ഞങ്ങളെ ആരെയും കണ്ണിൽ പിടിക്കുന്നില്ലെന്ന് എനിക്കറിയാം സുസ്മിതേ. ഇനി എന്താണെങ്കിലും കുറച്ച് ദിവസം കൂടിയല്ലേ ഉണ്ടാകൂ എന്ന് രാഘവൻ നായർ പറയുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ്, അതെന്താ, നിങ്ങളെല്ലാവരും കൂടി എവിടെയെങ്കിലും പോവുകയാണോ? ഞങ്ങളല്ലേ സുസ്മിതേ, നീയല്ലേ സെൻട്രൽ ജയിലിലേക്ക് പോകാൻ പോകുന്നത്? ഇത് കേൾക്കുന്ന സുസ്മിത ഒരു ഞെട്ടലോടെ രാഘവൻ നായരെ നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഭാമ പറയുകയാണ്, സുസ്മിത എന്താണെങ്കിലും വെറുതെ പറ്റില്ല രാഘവേട്ട, അവളെ വെറുതെ വിടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം തന്നെ രോഹിത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇത് കേൾക്കുന്ന രാഘവൻ നായർ സന്തോഷത്തോടെ ഭാമയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അങ്ങനെ ശാരദാമ്മ ഹോട്ടലിൻ്റെ താക്കോല് ശാരികയ്ക്ക് കൈമാറുകയാണ്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നിന്റെ സഹായത്തിന് ഇവിടെ രാജി കാണും. അതെന്താ, ശാന്തിജി ഇല്ലേ എന്ന് ശാരിക ചോദിക്കുമ്പോൾ അത് പിന്നെ ശാന്തയ്ക്ക് ചില അസൗകര്യങ്ങളെന്ന് ശാരദാമ്മ പറയുന്നു. ശരി, അടുക്കളയിലെ ചുക്കിലിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴേ ഇങ്ങോട്ടേക്ക് കയറി വന്നോളും. അപ്പോൾ ചാണകവെള്ളം തളിച്ച് ചൂലുമായിട്ട് ഞാനിവിടെ നിൽപ്പുണ്ടായിരിക്കും. ഈ ഹോട്ടലിൻ്റെ അകത്ത് ഞാൻ അവരെ കയറ്റില്ല. അങ്ങനെയൊന്നും പറയരുതെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാരിക പറയുകയാണ്, അമ്മ എനിക്ക് ഹോട്ടൽ തന്നതല്ലേ, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഹോട്ടലിൻ്റെ നടത്തിപ്പിലും കാര്യങ്ങളിലുമൊന്നും അമ്മ ഇടപെടേണ്ട ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് ശാരിക താക്കോലുമായിട്ട് പുറത്തേക്ക് പോകുന്നു. തുടർന്ന് ശാരദാമ്മ ആകെ തകർന്നിരിക്കുന്നത് കാണുമ്പോൾ ശ്യാമ പറയുകയാണ്, തീരായിട്ട് കൊടുത്തതല്ലേ, ഇനി അങ്ങ് അനുഭവിച്ചു. ഇത് കേൾക്കുന്ന ശാരദാമ്മ ആകെ തകർന്നു നിന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. പത്മാവതി അമ്മയെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുന്ന രോഹിത്തിനെയാണ് കാണിക്കുന്നത്. അതേസമയം വിഷ്ണുവും അങ്ങോട്ടേക്ക് വരുന്നു. ആ സുസ്മിതയാണ് എല്ലാത്തിനും കാരണക്കാരി, അവളെ വെറുതെ വിടാൻ പാടില്ലെന്ന് രോഹിത് പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് അർജുനും ശാലിനിയും കൂടി. പ്രീതിയുടെ മുമ്പിൽ സുസ്മിത ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുമെന്ന ഡോക്ടർ പറഞ്ഞു. ഇത് കേൾക്കുന്ന ശാലിനി പറയുകയാണ്, നമുക്ക് പഞ്ചകൈലാസത്തിലെ യാത്ര ഒന്നുകൂടി പുനരാവിഷ്കരിച്ചാലോ? ഇത് കേൾക്കുന്ന എല്ലാവരും പഞ്ചകൈലാസത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.